ഹായ് എവരിവൺ, വെൽക്കം ടു ചാനൽ സ്വസ്ഥ ഫുഡ്സ്. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല നാടൻ പരിപ്പ് കറിയാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം നാടൻ പരിപ്പ് കറി ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു 3/4 കപ്പ് പരിപ്പ് എടുത്തിട്ടുണ്ട്. ഇനി നല്ലോണം കഴുകി എടുത്തിട്ട് ഒരു കുക്കറിൽ കുക്ക് ചെയ്തെടുക്കാം. ഒരു 10 മിനിറ്റ് സോക്ക് ചെയ്തിട്ട് കുക്ക് ചെയ്യണം, പെട്ടെന്ന് കുക്കാകും, അല്ലെങ്കിലും കുഴപ്പമില്ല. ഇനി അരപ്പിന് എന്തൊക്കെ ആവശ്യമാണെന്ന് നോക്കാം. അതുകൊണ്ട് ഞാൻ 1 കപ്പ് തേങ്ങ തിരുമ്മി വെച്ചിട്ടുണ്ട്, ഒരു 1/2 ടീസ്പൂൺ ജീരകം, ഒരു 5 വെളുത്തുള്ളി, ഒരു ടീസ്പൂൺ മുളക് പൊടി. ഇതെല്ലാം കൂടെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം. തേങ്ങ ഞാൻ ഇവിടെ അരച്ച് വെച്ചിട്ടുണ്ട് നല്ലതായിട്ട്. ദാല് ഞാനൊരു കുക്കറിൽ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു കുക്കറിൽ 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾ ഇട്ടിട്ട് 4 വിസിലടിച്ചിട്ട് കുക്ക് ചെയ്തെടുത്തതാണിത്. ഇനി ഗ്യാസിൽ കടായി വെക്കുക. കടായി ചൂടായി കഴിയുമ്പോൾ അതിൻ്റെ അകത്തിലോട്ട് ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലോട്ട് 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടിക്കഴിയുമ്പോൾ അതിലോട്ട് കുറച്ച് ഉള്ളി അരിഞ്ഞിട്ട് കൊടുക്കാം. ചെറിയ ഉള്ളിയാണെങ്കിൽ ഒത്തിരി നല്ലതാണ്. 2 പച്ചമുളക് അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില, ഇതൊരു ലൈറ്റ് ബ്രൗൺ കളറാവുന്ന നമ്മൾ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന പരിപ്പ് അല്ലെങ്കിൽ ദാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന അരപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഉപ്പിട്ട് കൊടുക്കാം. ഒരു 1.5 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. ഇനി നല്ലോണം മിക്സ് ചെയ്യുക. നല്ലോണം ഒന്ന് ചൂടാക്കുക. ഒന്ന് തിളച്ച് വരുമ്പോൾ ഓഫ് ചെയ്യാം. വളരെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണിത്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ലതാണ്. ഇപ്പം നിൽക്കുകയാണെങ്കിൽ ഇപ്പോൾ കറി നല്ലോണം തിളച്ചിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം. ഉപ്പുണ്ടോ എന്ന് നോക്കാം. ഉപ്പില്ലെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ ചോറിനോട് കഴിക്കാൻ വളരെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഒരു ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടുക. ചാനൽ കറീസ് എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്തിൽ വേറെ കറികളൊക്കെ എങ്ങനെ ഉണ്ടാക്കുന്നതിനുള്ള റെസിപ്പീസ് ഉണ്ട്. ഒന്ന് കണ്ടു നോക്കാവുന്നതാണ്. താങ്ക് യു.